100 ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ ROC റിപ്പോർട്ട് ആയുധമാക്കാൻ പ്രതിപക്ഷം. CMRലുമായി നടത്തിയ ഇടപാടുകൾ അടിമുടി ദുരൂഹമെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷം. വിവാദങ്ങളിൽ പ്രതിരോധം തീർത്ത് CPIM. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായതിന് പിന്നാലെ സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് കോൺഗ്രസ്. പുതിയ സമരമുറകൾ ഇന്ന് പ്രഖ്യാപിക്കും. സാംസ്കാരിക നായകരെ പങ്കെടുപ്പിച്ച് സർക്കാർ വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താ സമ്മേളനം ഇന്ന്. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റു. നാസർ അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത്. ആക്രമണത്തിന് പിന്നിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണെന്ന് SFI. ഗവർണർ അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപനത്തിന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. നയപ്രഖ്യാപനം തയ്യാറാക്കിയത് കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി. വിമർശനങ്ങൾ ഉൾപ്പെട്ട ഭാഗം ഗവർണർ വായിക്കുമോ എന്നതിൽ ആകാംക്ഷ. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് ഈ മാസം 25-ന്. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായുള്ള സുപ്രധാന പൂജകൾക്ക് ഇന്ന് തുടക്കം. രാമവിഗ്രഹം ഇന്ന് ഗർഭഗൃഹത്തിൽ എത്തിക്കും. ക്ഷേത്രത്തിന്റെ വാസ്തുപൂജയും ഇന്ന്. പ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അയോധ്യയിൽ കനത്ത സുരക്ഷ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് അസമിൽ പ്രവേശിക്കും. 5ാം ദിവസത്തെ യാത്ര ആരംഭിക്കുന്നത് നാഗാലാൻഡ് അതിർത്തിയിൽ നിന്ന്. ജോർഘട്ടിൽ പദയാത്ര. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്നും ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കില്ല. 4ാം തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കെജ്രിവാളിന് നോട്ടീസ് നൽകുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടന്നു എന്നതിൽ തർക്കമില്ലെന്ന് മുൻമന്ത്രി G. സുധാകരൻ. AC മൊയ്തീനും P. രാജീവിനും എതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കട്ടെ എന്നും G. സുധാകരൻ. MT വാസുദേവൻ നായർ പ്രതികരിക്കേണ്ട പല വിഷയങ്ങളിലും പ്രതികരിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് LDFിലേക്ക് വരേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ല എന്നും G. സുധാകരൻ. പ്രതികരണം 24-ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ. ശൈത്യതരംഗത്തിൽ വലഞ്ഞ് ഉത്തരേന്ത്യ. ലക്നൌവിലെയും ഗാസിയാബാദിലെയും 8 വരെയുള്ള ക്ലാസുകൾക്ക് അവധി. ഡൽഹി, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ ശക്തമായ ശീതക്കാറ്റിന് സാധ്യത. ഡൽഹിയിൽ 18 ട്രെയിനുകൾ വൈകി. ഹൂതികളെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ അമേരിക്ക. നടപടി ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ. US ധനകാര്യ സ്ഥാപനങ്ങൾ വഴി ലഭിക്കുന്ന ഫണ്ടുകൾ മരവിപ്പിക്കും. ഏതൻ കടലിടുക്കിൽ അമേരിക്കൻ കപ്പലിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് കടന്ന് കോൺഗ്രസ്. പ്രകടന പത്രികയിലേക്ക് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടും. ഈ മാസം 21-ന് തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ നിർദ്ദേശങ്ങൾ അറിയിക്കാം. വയനാട് ജില്ലയിലെ ഹൈസ്കൂൾ മലയാളം അധ്യാപക തസ്തികയിലേക്ക് PSC റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്തുന്നില്ല എന്ന പരാതിയുമായി ഉദ്യോഗാർത്ഥികൾ. കാലഹരണപ്പെട്ട റാങ്ക് പട്ടികയിലെ 4 പേർക്ക് നിയമനം നൽകണമെന്ന സുപ്രീം കോടതി ഉത്തരവാണ് പ്രതിസന്ധിയാകുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കടലിൽ കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് തുടക്കം. തിരുവനന്തപുരം പൊഴിയൂർ മുതൽ വർക്കല വരെ 42 മത്സ്യഗ്രാമങ്ങളിൽ പാരുകൾ നിക്ഷേപിക്കും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല ഓൺലൈനായി നിർവഹിച്ചു. 22ാമത് പൂനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് വൈകിട്ട് 5:30-ക്ക് തിരിതെളിയും. ഇറ്റാലിയൻ സംവിധായകൻ നാനി മിറൈറ്റിയുടെ എ ബ്രൈറ്റർ ടുമോറോ ആണ് ഉദ്ഘാടന ചിത്രം. 51 രാജ്യങ്ങളിൽ നിന്നുള്ള 140 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് പിതാവ് KG മോഹൻദാസ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. AKG പഠനകേന്ദ്രം നേതൃത്വം നൽകുന്ന മൈഗ്രേഷൻ കോൺക്ലേവിന് ഇന്ന് പത്തനംതിട്ട തിരുവല്ലയിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കാണ് മുഖ്യ സംഘാടകൻ. കൊട്ടാരക്കര നഗരസഭയുടെ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനവും 3 പദ്ധതികളുടെ ഉദ്ഘാടനവും ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ഹെൽത്ത് വെൽനസ് സെന്റർ, ജല ബജറ്റ്, റോഡ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്. വയനാട് ജില്ലയിലെ വന്യമൃഗശല്യം തടയാൻ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് സർവകക്ഷി യോഗം. വനം മന്ത്രിയുടെയും ജില്ലയിലെ MLA-മാരുടെയും സാന്നിധ്യത്തിൽ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. വയനാട്ടിൽ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിയുമായി ജില്ലാ പഞ്ചായത്ത്. ഫെബ്രുവരി 23 മുതലാണ് ഉച്ചകോടി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വയനാട്ടിലെ കാർഷിക മേഖലയിലുണ്ടായ മാറ്റവും അതിജീവന മാർഗങ്ങളും ചർച്ചയാകും.
കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രന്ഥശേഖരത്തിലെ കുമാരനാശാന്റെ കവിതകൾ ശേഖരിച്ച് വായനാർച്ചന നടത്തി മാതൃകയായി സ്കൂൾ അധ്യാപകൻ. തൃശൂർ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ PJ സ്റ്റെജുവാണ് വേറിട്ട രീതിയിൽ മഹാകവിയെ ഓർമ്മിച്ചത്. തൃശൂർ 24 കേരള ബറ്റാലിയൻ NCCയിലെ മേജർ റാങ്കിലുള്ള ഓഫീസർ കൂടിയാണ് സ്റ്റൈജു മാസ്റ്റർ. മലപ്പുറം പൊന്നാനി കൊല്ലൻപടിയിലെ 6 കടകളിലും പള്ളപ്രം ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലും മോഷണം. ക്ഷേത്രത്തിൽ നിന്ന് 1 ലക്ഷത്തോളം രൂപയും സ്വർണ്ണാഭരണവും മോഷണം പോയി. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ ജോലികൾ മാർച്ച് അവസാനത്തോടെ പൂർത്തിയാക്കും. സ്റ്റേഷന് മുന്നിലൊരുക്കുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യം. തൊടുപുഴയിൽ പട്ടയം നിഷേധിച്ചതിനെതിരെ 73-കാരിയുടെ ഒറ്റയാൾ സമരം. കുറിച്ചിപ്പാടം സ്വദേശി അമ്മിണിയാണ് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർ സ്ഥലം തട്ടിയെടുത്തുവെന്നാണ് അമ്മിണിയുടെ ആരോപണം. കോഴിക്കോട് നന്മണ്ട ബാലുശ്ശേരി പഞ്ചായത്തുകളിലൂടെ പോകുന്ന കൈരളി റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല. തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കണമെന്ന് ആവശ്യം. നാട്ടുകാർ രംഗത്ത്. വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് സംരക്ഷണമൊരുക്കാൻ കടലുണ്ടി ചെറിയ തുരുത്തിക്ക് പാർശ്വഭിത്തി നിർമ്മിക്കാൻ 5 കോടി രൂപയുടെ പ്രവൃത്തിക്ക് ഭരണാനുമതി. പുഴയിൽ വെള്ളം ഉയർന്നാൽ തുരുത്തിലേക്ക് വ്യാപിക്കുന്നത് തടയാനാണ് നടപടി. മാലിന്യം കുമിഞ്ഞുകൂടി നെയ്യാറ്റിൻകര AVM കനാലിന്റെ ഭാഗമായ ചകിരിയാറിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതായി പരാതി. പ്ലാസ്റ്റിക് കവറുകൾ മുതൽ അറവുമാടുകളുടെ അവശിഷ്ടങ്ങൾ വരെ തള്ളുന്നുവെന്ന പരാതിയുമായി നാട്ടുകാർ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ KSRTC വിശ്രമമുറി മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് നാടിന് സമർപ്പിക്കും. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ. ഭക്ഷണം തയ്യാറാക്കിയ സമയം ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന ലേബലുകൾ പാഴ്സൽ കവറിന് പുറത്ത് നിർബന്ധമായും പതിക്കണമെന്ന നിർദ്ദേശവുമായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ. കടയുടമകൾ നിയമം പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിനായി അപേക്ഷ നൽകിയവരിൽ 45,127 പേർക്കുള്ള മുൻഗണനാ കാർഡ് ഇന്ന് വിതരണം ചെയ്യും. രാവിലെ 11-ന് തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി GR അനിൽ വിതരണോദ്ഘാടനം നിർവഹിക്കും. നോക്കാമിന് ചില പ്രധാന അറിയിപ്പുകൾ. ഇന്ത്യൻ ആർമിയിൽ 56ാമത് NCC സ്പെഷ്യൽ എൻട്രി സ്കീമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അവിവാഹിതരായ പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷ നൽകാം. ഫെബ്രുവരി 6-ന് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. കോട്ടയം കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയത്തിൽ MTech ആണ് അടിസ്ഥാന യോഗ്യത. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 23-ന് കോളേജ് ഓഫീസിൽ എത്തണം. പരവൂർ കലക്കോട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഡ്രൈവറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 23. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിൽ രജിസ്ട്രാറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. കൊച്ചി മഹാരാജാസ് കോളേജിലെ ബോട്ടണി വിഭാഗത്തിൽ ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ നൽകാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 31. കൊല്ലം SRC കമ്മ്യൂണിറ്റി കോളേജിൽ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് കൗൺസിലിംഗ് കോഴ്സിന് അപേക്ഷ നൽകാം. യോഗ്യത ബിരുദം. ഈ മാസം 31 വരെ അപേക്ഷ നൽകാം. SCERT കേരളയിൽ റിസർച്ച് ആൻഡ് ഡോക്യുമെന്റേഷൻ തസ്തികയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, റിസർച്ച് ഓഫീസർ തസ്തികയിൽ ഒഴിവ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 25. എറണാകുളം പൈങ്കോട്ടൂർ ശ്രീനാരായണ കോളേജിൽ ഈ മാസം 20-ന് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന ജോബ് ഫെയറിൽ 25-ലധികം കമ്പനികൾ പങ്കെടുക്കും. ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കുന്നതിനായി റവന്യൂ മന്ത്രി K രാജൻ പങ്കെടുക്കുന്ന അദാലത്ത് ഇന്ന്. കോട്ടയം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളുടെ അദാലത്ത് രാവിലെ 9-നും മീനച്ചിൽ, വൈക്കം താലൂക്കുകളിലേത് ഉച്ചകഴിഞ്ഞ് 2-നും നടക്കും. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ദേശീയ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. റിപ്പബ്ലിക് ദിനാഘോഷത്തിനും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനും മുന്നോടിയായി ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കി. റിപ്പബ്ലിക് ദിന പരേഡിനായി 8000 പോലീസുകാരെ വിന്യസിച്ചു.
തമിഴ്നാട് ശിവഗംഗയിൽ നടന്ന ജല്ലിക്കെട്ടിനിടെ 2 കാണികൾ മരിച്ചു, 40 പേർക്ക് പരിക്കേറ്റു. പ്രധാനമന്ത്രിയുടെ സ്വച്ഛതാ അഭിയാൻ ക്യാമ്പയിൻ ഏറ്റെടുത്ത ബിജെപി എംപിയും മുൻ ക്രിക്കറ്റ് താരവുമായ ഗൗതം ഗംഭീർ ഡൽഹിയിലെ കരോൾ ബാഗിൽ എത്തിയ താരം ശിവമന്ദിരവും ക്ഷേത്ര പരിസരവും വൃത്തിയാക്കി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ MS ധോണിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത മുൻ ബിസിനസ് പങ്കാളികൾ മിഹിർ ദിവാകർ, ഭാര്യ സൗമ്യ ദാസ് എന്നിവരാണ് ധോണിക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഇന്ത്യയിലേക്ക് കച്ച് ജില്ലാ അന്താരാഷ്ട്ര അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് പൗരൻ അറസ്റ്റിൽ. പ്രതിയിൽ നിന്ന് സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് BSF. മൂടൽമഞ്ഞ പ്രതിരോധ നിയമങ്ങൾ ലംഘിച്ചതിന് എയർ ഇന്ത്യയ്ക്കും സ്പൈസ് ജെറ്റിനും പിഴ. 30 ലക്ഷം രൂപ വീതമാണ് വിമാന കമ്പനികൾക്ക് പിഴ ചുമത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് എക്സ്പ്രസ് ഹൈവേയിൽ വാഹനാപകടം. കാൽനട യാത്രക്കാരന് നേരെ കാറുകൾ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ഡൽഹിയിലെ ജനക്പുരിയിൽ വെടിവെപ്പ്, ഒരാൾക്ക് പരിക്കേറ്റു. പ്രതികളിൽ ഒരാൾ പിടിയിൽ. പണം നൽകാതെ ഡൽഹിയിലെ ആഡംബര ഹോട്ടലിൽ താമസിച്ച 37-കാരി അറസ്റ്റിൽ. ഹോട്ടൽ ജീവനക്കാരൻ പണം ചോദിച്ചപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന് പരാതി. നോക്കാം ഇനി രാജ്യാന്തര വാർത്തകൾ. ഖാൻ യൂനിസിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. നാസർ ആശുപത്രിക്ക് നേരെ ആക്രമണം. ഗസയിൽ മരണസംഖ്യ 24,448. പാകിസ്ഥാനും ഇറാഖിനും നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങളെ അപലപിച്ച് അമേരിക്ക. രാജ്യങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കുന്ന നടപടിയെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ. യുക്രൈനിലെ ഫ്രഞ്ച് കൂലിപ്പടയാളികളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി റഷ്യ. ആക്രമണം നടന്നത് ഖാർക്കീവ് നഗരത്തിൽ. ഏഷ്യൻ കപ്പിനോടനുബന്ധിച്ച് നാളെ ദോഹ മെട്രോയും ലുസൈൽ ട്രാമും രാവിലെ 10 മണി മുതൽ പ്രവർത്തിക്കും. ദോഹ മെട്രോ ആൻഡ് ലുസൈൽ ട്രാമിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. എക്സിറ്റ് റീ എൻട്രി വിസയുടെ കാലാവധി കഴിഞ്ഞവർക്ക് മടങ്ങിയെത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ച് സൗദി അറേബ്യ. രാജ്യത്തേക്ക് മടങ്ങാൻ 3 വർഷം കാത്തിരിക്കണമെന്ന വ്യവസ്ഥയും ഒഴിവാക്കി. വടക്കു പടിഞ്ഞാറൻ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ UN സമാധാന സേനയിലെ അംഗം കുഴിബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. 5 പേർക്ക് പരിക്കേറ്റതായി ഐക്യരാഷ്ട്രസഭ. ജപ്പാനിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന. 2023 രാജ്യം സന്ദർശിച്ചത് 25.06 ദശലക്ഷം ആളുകൾ. ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തിയത് ഡിസംബറിൽ. യുക്രൈന് സൈനിക സഹായവുമായി ജർമ്മനി. $7.6 ബില്യൺ സഹായം നൽകുമെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്. ബിസിനസ് വാർത്തകൾ. ലോകാരോഗ്യ സംഘടനയുടെ മരുന്നുകളുടെ അടിയന്തര ഉപയോഗ ലിസ്റ്റിൽ ഇടം പിടിച്ച് കോർബെവാക്സ് വാക്സിൻ. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമായ ബയോളജിക്കൽ ലിമിറ്റഡ് ആണ് വാക്സിൻ വികസിപ്പിച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ 7% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുമെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ്. പണപ്പെരുപ്പം ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നും RBI ഗവർണർ. തെലങ്കാന സർക്കാരുമായി സഹകരിച്ച് 1ലധികം മേഖലകളിലായി 12,400 കോടി രൂപ നിക്ഷേപിക്കുന്നതിന് അദാനി ഗ്രൂപ്പ് 4 കരാറുകളിൽ ഒപ്പുവെച്ചു. ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ ഗൗതം അദാനിയും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും നടത്തിയ കൂടിക്കാഴ്ചയാണ് വൻ നിക്ഷേപത്തിന് വഴിയൊരുക്കിയത്. ടാറ്റ പഞ്ചിന്റെ ഇലക്ട്രിക് പതിപ്പ് പുറത്തിറങ്ങി. 10.99 ലക്ഷം മുതൽ 14.49 ലക്ഷം രൂപ വരെയാണ് വില. ഈ മാസം 22 മുതൽ വിതരണം ആരംഭിക്കും. സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ സാംസങ്ങിനെ പിന്തള്ളി ഐഫോൺ ഒന്നാമത്. കഴിഞ്ഞ വർഷം 235 ദശലക്ഷം ഫോണുകളാണ് ആപ്പിൾ വിറ്റഴിച്ചത്. 2010 ശേഷം ഇതാദ്യമായാണ് സാംസങ്ങിന് 1ാം സ്ഥാനം നഷ്ടമാകുന്നത്. ഗൂഗിൾ പേ ഇടപാട് ഇനി വിദേശത്തും സേവനം വിപുലീകരിക്കുന്നു. ഗൂഗിൾ ഇന്ത്യ ഡിജിറ്റൽ സർവീസസും NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡും കരാറിൽ ഒപ്പുവച്ചു. ഗോഡി ഇന്ത്യ തെലങ്കാനയിൽ ലിഥിയം ഗിഗാ ഫാക്ടറി സ്ഥാപിക്കും. 8,000 കോടി രൂപ മുതൽ മുടക്കിലാണ് ഫാക്ടറിയുടെ നിർമ്മാണം. വെനസ്വേലയുടെ ക്രിപ്റ്റോ കറൻസിയായ പെട്രോയ്ക്ക് നിരോധനം. പെട്രോയുടെ മറവിൽ അഴിമതി നടന്ന പശ്ചാത്തലത്തിലാണ് ഭരണകൂടത്തിന്റെ നടപടി. സസ്യ എണ്ണ ഇറക്കുമതി ഇളവ് 1 വർഷത്തേക്ക് നീട്ടി കേന്ദ്രം. വിലക്കയറ്റം നേരിടുന്നതിനാണ് നടപടി. വാർത്താ ഏജൻസിയായ IANSൽ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിച്ച ഗൗതം അദാനി. 5 കോടി രൂപയ്ക്കാണ് ഓഹരികൾ സബ്സ്ക്രൈബ് ചെയ്തത്. ഇനി നോക്കാം കായിക വാർത്തകൾ. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പര തൂത്തുവാരി ഇന്ത്യ. 3ാം മത്സരത്തിൽ അഫ്ഗാനെ 10 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ ജയം 2ാം സൂപ്പർ ഓവറിൽ. രോഹിത് ശർമ്മ കളിയിലെ താരം. 2020ൽ 5 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമായി ഇന്ത്യൻ നായകൻ.
ഒളിമ്പിക്സ് യോഗ്യതാ പോരാട്ടത്തിൽ ഇന്ത്യൻ ഹോക്കി വനിതാ ടീം സെമിയിൽ കരുത്തരായ ഇറ്റലിയെയാണ് പരാജയപ്പെടുത്തിയത്. സെമിയിൽ ജർമ്മനിയാകും ഇന്ത്യയുടെ എതിരാളികൾ. ആതിഥേയരായ ഖത്തർ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് മറുപടിയില്ലാത്ത ഒരു ഗോളിന് താജിക്കിസ്ഥാനെ വീഴ്ത്തിയാണ് ഖത്തറിന്റെ പ്രീ ക്വാർട്ടർ പ്രവേശനം. 2023 മികച്ച ഏഷ്യൻ ഫുട്ബോളറായി ദക്ഷിണ കൊറിയയുടെ മുന്നേറ്റ താരം ഹ്യൂങ് മിൻ സണ്ണിനെ തിരഞ്ഞെടുത്തു. അൽ നസറിന്റെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടന്നാണ് നേട്ടം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുവതാരം അൽവാരോ ഫെർണാണ്ടസ് ബെൻഫിക്കയിലേക്ക്. ഈ സീസണിന്റെ അവസാനം വരെ പോർച്ചുഗീസ് വമ്പന്മാരായ ബെൻഫിക്കയിൽ കളിക്കും. പോർട്ടോ സ്ട്രൈക്കർ മെഹദി തരേമി ഇന്റർ മിലാനിലേക്ക്. ഈ സീസണിന്റെ അവസാനത്തിൽ ഫ്രീ ട്രാൻസ്ഫറിലാകും താരം ടീമിലെത്തുക. 2 വർഷത്തേക്കാണ് കരാർ. ഗോകുലം കേരളയുടെ സ്പാനിഷ് താരം എഡു ബെഡിയ സ്പെയിനിലേക്ക് മടങ്ങുന്നു. 8 വർഷത്തോളമായി ഇന്ത്യൻ ഫുട്ബോളിൽ സജീവമായിരുന്ന താരം സ്പാനിഷ് 4ാം ഡിവിഷൻ ക്ലബ്ബായ ജിംനാസ്റ്റിക്ക ഡി ടൊറയിലെ വഗയിലേക്കാണ് മടങ്ങുന്നത്. അഴിമതി വിരുദ്ധ കോഡ് ലംഘിച്ചതിന് ബംഗ്ലാദേശ് ഓൾറൗണ്ടർക്ക് വിലക്കേർപ്പെടുത്തിയ ICC. നാസിർ ഹുസൈനെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിലക്കിയത് 2 വർഷത്തേക്ക്. 100 ന്യൂസിലേക്ക് വീണ്ടും ഇനി നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. MS നാസർ, ഉല്ലാസ് പന്തളം, അനഘ മധു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സുനിൽ കെ തിലക് സംവിധാനം ചെയ്യുന്ന പെരുങ്കളിയാട്ടം നാളെ തിയേറ്ററുകളിൽ. കലാസാഗര ഫിലിംസിന്റെ ബാനറിൽ ഷാജി ദാമോദരൻ തിരക്കഥ എഴുതി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ശെൽവരാജ് അറുമുഖൻ. അനന്തപുരി രചനയും സംവിധാനവും നിർവഹിക്കുന്ന പിന്നിൽ ഒരാൾ എന്ന ചിത്രം നാളെ പ്രദർശനത്തിനെത്തും. പുതുമുഖങ്ങളായ സൽമാൻ, ആരാധ്യ സായ്, റിയ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. പൃഥ്വിരാജ് ചിത്രം ആടുജീവിതത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്ത്. ചിത്രം ഏപ്രിൽ 10 തിയേറ്ററുകളിൽ. ഇനി നോക്കാം ഫാക്ട് ചെക്ക്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാന്റെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന്റെ പ്രീ വെഡ്ഡിംഗ് കാർഡ് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് അംബാനി കുടുംബം സ്ഥിരീകരിച്ചു. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന AICC തീരുമാനത്തിന് പിന്നാലെ ഉത്തർപ്രദേശ് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുമെന്ന് സൂചന. ദേശീയ നേതൃത്വം അനുനയ നീക്കം തുടങ്ങി. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് റെപ്കോയിലെ തൊഴിലാളികൾ നടത്തുന്ന സമരം 3ാം ദിവസത്തിലേക്ക്. റെപ്കോ നഷ്ടത്തിലായത് എങ്ങനെയെന്ന് മാനേജ്മെന്റ് വിശദീകരിക്കണമെന്ന് തൊഴിലാളികൾ. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കലാപബാധിതമായ മണിപ്പൂരിലെ മൊറയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവെപ്പിൽ പരിക്കേറ്റ ഒരു സൈനികന് കൂടി വീരമൃത്യു. ചികിത്സയിലിരിക്കെയാണ് മരണം. ഗുരുതരമായി പരിക്കേറ്റ 2 സൈനികരെ ഇംഫാലിലേക്ക് മാറ്റി. മലപ്പുറം കിഴിശ്ശേരിയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ചു. കാർ ഓടിച്ചിരുന്ന വാഴക്കാട് സ്വദേശി ശ്യാംലാൽ അറസ്റ്റിൽ. ഇയാൾ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.